മുട്ടയുണ്ടെന്നില്ലേ? ഇല്ല, ഇപ്പൊ വൈകുന്നേരം കൊടുന്നേണ്ട കേട്ടോ. ഇമ്മടുത്തോ? അടുക്കളയിലാ. ആ കുറച്ച് നേരത്തെ ആണല്ലോ. എന്തെറ്റി? അതെ, ഇന്നൊരു സുഖക്കുറവ്. ഞാൻ ഓലേൽപ്പിച്ചു പോരെ. ഇത് കുറച്ച് വെള്ളം എടുത്തു കൊടുക്കാം. ജെസ്സി എടുത്ത് പോയടി. ജെസ്സി ഓളെ കൂട്ടുകാരി വന്നപ്പോഴേ അക്ഷയ പോയതാണ്. എന്തോ നോക്കാണ്ട് പറഞ്ഞു പേപ്പർ. നിങ്ങൾക്കത്തെ ബജായി എല്ലാം ഉണ്ടോ? ഒരു ക്ഷീണം ഉഷാറില്ല. അതെങ്ങനെ ഡോക്ടറെ എടുത്തു പോണോ? ബജായി ഒന്നുമില്ലടി. അതെ, എന്താപ്പ എന്നോട് പറയാ, നമ്മളെ സർക്കാരെ നമ്മള് വിചാരിച്ച മാതിരി ഒരാളല്ല. ആ അസർപ്പ് വന്നോക്കണു ഗൾഫിന്നേ. ഓൻ വന്നപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോഴേ അത് വല്ലാത്തൊരു ഇടങ്ങാറ്. ഇപ്പൊ സത്താറാജിനെ കുറിച്ച് മനസ്സിലായോ? ഞാൻ അന്നും ഇന്നൊക്കെ പറയുമ്പോഴും ഒരേപോലെ തന്നെയാണ്. അന്ന് നിങ്ങൾക്ക് അയാള് വലിയാണ്. അയൽക്കൂട്ടത്തിന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അതന്നെ പറയുള്ളൂ. ഈ പെണ്ണുങ്ങൾക്കൊക്കെ അയാള് പെട്ടെന്ന് പണക്കാരനായി, മുതലാളിയായി, കോടീശ്വരനായി. നിങ്ങൾക്ക് എന്നും അയാള് ഒരേപോലെ. ആര് പറഞ്ഞാലും വിശ്വാസമല്ല. സത്താറാജി സത്താറാജി എന്നും പറഞ്ഞ് നടക്കുക. എന്നിട്ടിപ്പോ എന്തുണ്ടായി? ഇപ്പം ചെയ്തിട്ടുണ്ടായി. ഓ മുജീബ് പറഞ്ഞൊരാളെ പീടികയിൽ നിൽക്കിയെന്നു അല്ലേ സത്താറ് അസർഫ് പറയാണ്. അപ്പൊ ഓനെ നന്നാക്കി പെട്ടിച്ചുകൊണ്ട് അവിടുന്ന് ഷാരിയതാണ് അനുഭവം. ഓല് കുറച്ച് മുമ്പ് ഇവിടെ ഒന്നും ചെയ്തിരുന്നു സത്താറിന്റെ പരിയിലേ. അപ്പൊ ഞാൻ അംശം പോയിക്കാണ്ട് ഓലെ ആട്ടി വിട്ടും ചെയ്തു. നമുക്ക് സത്യാവസ്ഥ അറിയില്ലോ. അപ്പൊ അങ്ങനത്തെ ആളാന്നുള്ളതേ. ഏതായാലും ആളെ പൈസ വാങ്ങി കൊടുക്കാൻ ഞാൻ പറഞ്ഞോക്കണം. നമ്മളും തന്നെ ഒരു ആവശ്യമില്ലാത്തൊരു പണിയായി പോയി ചെയ്തതെന്ന് തോന്നലടി. എപ്പോഴും പറയണല്ലേ മുന്നും പിന്നും നോക്കാണ്ടെടുത്ത് ചാടരുത് എന്ന്. അവനവരുടെ കാര്യം മാറ്റി വെച്ചെങ്ങാണ്ട് എടുത്ത് ചാടുക. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയല്ലോ. എന്നിട്ട് ഇപ്പൊ ആ മുജീബ് പറഞ്ഞ ആളെവിടെയാണ്? അയാൾ നാട്ടിലുണ്ട്? ഇവിടെ ഉണ്ടോ? മൂപ്പര് പോയിട്ടൊന്നുമില്ല. മൂപ്പരേ അസപ്പിന്റെ പെരയിലുണ്ട്. ഒരു തമ്മിൽ നല്ല ബന്ധമാണല്ലോ. സത്താറിന് ഞാനും അംശം കൂടി ഒന്ന് തെരഞ്ഞു പോയി നോക്കി. അപ്പൊ തന്നെ അസർ പറഞ്ഞേക്കില്ലേ, ഓൻ അപ്പുറം സ്ഥലത്തില്ല. ഓന് ഏറ്റവും ഓനെ നേരിട്ടൊന്ന് കാണണം. നല്ല രൂപത്തിലൊക്കെ പറഞ്ഞങ്ങാണ്ടേ അയാളെ പൈസ എങ്ങനെ മേടിച്ചു കൊടുക്കാൻ നോക്കി. കച്ചറയ്ക്കൊന്നും പോകണ്ടോ. വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലേ. നമുക്ക് 2 പെൺകുട്ടികളാണ് വളർന്നു വരുന്നത്. അവനവന്റെ കുടുംബകാര്യങ്ങളും കൂടി ഒന്ന് നോക്കുക. എല്ലാ കാര്യത്തിലൊക്കെ ഇടപെട്ടുങ്ങാണ്ട് കഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പോരി. അത് ഒരു ഫാൻ്റെ ആണ്. എന്റെ ചങ്ങാഴ്ചകളെ എല്ലാരും എടുത്തോളൂ. ഇക്ക് വേണം. ആയിക്കോട്ടെ, നമുക്ക് നാളെ പോട്ടാ. എപ്പോ? നമുക്ക് നാളെ എല്ലാവർക്കും കൂടി പോവാം. നല്ല പഠിച്ചു വേണം. ഈ ബാഗി മാഗി ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ. മാർക്കും വാങ്ങണം അതേമാതിരി കേട്ടോ. താത്താന്റെ എഴുതിയേ നമുക്ക് നാളെ പോവാം. ഞാൻ അവിടെ തന്നെയാണ്. 2 ദിവസം കഴിയും. 2 ദിവസം കൂടെ ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്ക. ഞാൻ എന്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരാളെ കണ്ടു. അസറഫ് പറഞ്ഞ ഒരാളെ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. അയാളിനെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി ഇപ്പൊ അവിടെയാണ് നിൽക്കുന്നത്. അയാളെ കെയർ ഓഫിൽ ഏതോ പോക്കരോ ഏതോ പറഞ്ഞൊരാളെ വിളിച്ചിരുത്തി അയാൾ മുഖാന്തരം പൈസ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ശരിയാവും. 2 ദിവസം കൂടി ശരിയാവുമെന്ന് വിചാരിക്ക. അല്ലാപ്പൊ എന്താ പറയാ. അതെ, കുറച്ച് പൈസന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സത്താറാജ് കുറച്ച് പൈസ തരാനുണ്ട്. അതിനിങ്ങനെ മുട്ടിത്തിരിഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് ശരിയാവും, ഇന്ന് ശരി, നാളെ ശരിയാവും എന്നറിഞ്ഞേ ഇങ്ങനൊക്കെ ഇങ്ങനെ നിൽക്കുക. എന്താ നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഫിറോസ് എന്നാണ്. ഞാൻ ഇവിടെ ഒരു വണ്ടിമലൊക്കെ സ്കൂൾ വണ്ടിമലൊക്കെയാണ് പോല്. ഇച്ച് അപ്പോഴേ അറിയാം എന്തോ ഇതൊരു പന്തികണ്ട് എന്നുള്ളത്. ഈ സത്താറാജ് പറഞ്ഞ ആളെ അറിയേണ്ട ആളെന്നാണ്. അയാൾ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇവിടെ വന്നിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അന്ന് തന്നെ ഇച്ചിരി പന്തികേടുണ്ട്. ഞാൻ ഒരു നിങ്ങളെ പെരുന്ന് ഇറക്കി കൊണ്ട് കണ്ടേക്കണു. ആ ഇറച്ചിക്കാരൻ പോക്കരാക്കി ഉണ്ടായിരുന്നു. അന്ന് കുറെ ആൾക്കാരോട് കൂടിക്കൊണ്ട് ഞാൻ കണ്ടേക്കണു. അന്നേ ഞാൻ അത് സംശയിച്ചാണ് എന്തോ ഒരു പന്തികേടയിലുണ്ട് എന്നുള്ളത്. ഇതിന്റെ കുറച്ച് പൈസയും കൊണ്ട് മുങ്ങിയതാണ് ഈ സത്താറ് പറഞ്ഞ ആള്. അതാണ് സംഭവങ്ങള്. കടയിരുന്നു. പിന്നെ ഈ പോക്കര് പറഞ്ഞ ആളെ കുറിച്ച് കണ്ടൊക്കെ നിങ്ങളെ അഭിപ്രായം ഇപ്പം നമ്മളീ പൈസന്റെ കാര്യത്തിൽ ഇടപെട്ടൊക്കെ ഉണ്ട്. പോക്കരും അംസിയാണ്. അവര് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞേക്കണു. നിങ്ങളെ അഭിപ്രായം? പോക്കരൊക്കെ ഇടപെട്ടേക്കണോ? എന്നാ കാക്ക അങ്ങക്കൊന്ന് കേൾക്കണോ? ഈ സത്താറാജ് ഉണ്ടല്ലോ,
അയാള് ഈ പോക്കരാക്കാന്റെ ബലത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആൾക്കാരൊക്കെ ഒന്ന് കായ് വാങ്ങുന്നതും ഇത് കൊടുക്കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ പോക്കരാക്ക കുറച്ച് പോക്കരത്തിലുള്ള ആളാണെങ്കിലും അയാൾ നിഷ്കളങ്കമായ ഒരു മനുഷ്യനാണ്. അയാള് സത്യത്തിന്റെ കൂടെ നിൽക്കുള്ളൂ. ഇന്റെ കൂടെ ന്യായം ഉണ്ടോ ഇന്റെ കൂടെ ഉണ്ടാവും, നിങ്ങളെ കൂടെ ന്യായം ഉണ്ടോ നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് മൂപ്പര് നിങ്ങളെ കാര്യത്തിൽ ഇടപെട്ടണെങ്കിൽ ചെറിയൊരു പ്രദേശം നിങ്ങൾക്ക് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ വടക്ക് ഇങ്ങനെ ഈ ഇരുത്തങ്ങനെ ഇരിക്കലുണ്ടാവുള്ളൂ. പോക്കരാക്ക ഇടപെട്ടാല് ഏറെക്കുറൊക്കെ ശരിയാവും എന്നുള്ളതാണ് അല്ലേ. എനിക്കിവിടെ ആരും അറിയില്ല, ഒരു പരിചയമില്ല ആരും. എനിക്ക് ഒട്ടാകെ പറയേണ്ട ഒരാളെ അസറഫ് ചെയ്യുന്നു. അയാളെന്നെ ഇപ്പൊ ഇവിടെ നിന്ന് യാദൃശികമായിട്ട് കണ്ടുമുട്ടിയതോടെ ഞാൻ ആയിക്കോട്ടെ, നിങ്ങളൊക്കെ എല്ലാവരും ഒരു ഹെൽപ്പ് ചെയ്തു തരും ആ പൈസന്റെ കാര്യത്തിൽ കേട്ടോ. നമ്മളാകെ ബ്ലോക്ക് ആയി കിടക്കുകയാണ് ഇയാൾ കാരണം. കാക്ക നിങ്ങളത് കേട്ടപ്പോഴേ ഇപ്പോഴാണ് ഇതിന്റെ അടങ്ങാറുകൾ മനസ്സിലായത്. പോക്കരൊക്കെ ഇടപെട്ടണമെങ്കിലേ നിങ്ങളെ പൈസ എങ്ങനെയെങ്കിലും കിട്ടും. എന്നെ കൊണ്ട് എന്തെങ്കിലും അല്പമാണോ അത് ഞാൻ ചെയ്തു തരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പിന്നെ കൂടെ അങ്ങാടിക്ക് വരും, നമുക്കൊരു കാര്യം ചായ എന്തെങ്കിലും കുടിച്ചോ. ഞാൻ അവിടുന്ന് ചായ കുടിച്ചു കാണ്ട് കയറിയിട്ടുള്ളൂ. നിങ്ങൾ വെക്കോളെ തന്നെ കേട്ടോ. ഞാൻ പോട്ടോ. ആയിക്കോട്ടെ, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, ഒക്കെ ശരിയാവും. ഈ പോക്ക് പോയാൽ ശരിയാവില്ലല്ലോ. ലീവും കഴിഞ്ഞിറങ്ങി ഇത് വല്ലതും നടക്കുവോ? അല്ല, ഞാൻ എന്നോട് പറഞ്ഞില്ല മിന്നലംശനൊന്ന് കാണട്ടേന്ന്. ഓനെ കണ്ടില്ല, ഇതുവരെ കണ്ടില്ല. ഞാൻ എന്നോട് ആ പോക്കറൊന്ന് വളക്കാൻ വേണ്ടിട്ടാ. എന്തായി പറിച്ചത്? അല്ല, ഇറച്ചി കൊണ്ടിട്ട് വാങ്ങിനോ? ഞാൻ ഇന്നലെ 5 കിലോ വാങ്ങിയല്ലോ. ആ 2 കിലോ ഞങ്ങളെ പെരിയൊക്കെ കൊടുത്തിച്ചു, കിട്ടിയില്ലേ? ഇന്നലെ പോയി ഇറച്ചി തന്നെയാണ്. അത് നല്ല ഇറച്ചിയാട്ടോ, അത് ഔത്തിറച്ചിയൊക്കെ ആയിട്ട് നല്ല ഇറച്ചി തന്നെ. ഇത് ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ സ്പ്രേ വാച്ചൊന്നും കൊടുന്നില്ലേ? അത് നമുക്ക് പോക്കർക്ക് കൊടുത്തണ്ടേ, ഓനൊന്ന് വളക്കണ്ട നമുക്ക് അല്ലേ? സാധനല്ലേ സ്പ്രേ കുപ്പിയും നല്ലൊരു വാച്ചൊക്കെ ഉണ്ട്. ആ പോക്കറാക്ക് കൊടുക്കണ ഞാൻ കുറെ ദിവസമായി വിചാരിക്കണം. എനിക്ക് മൂപ്പർക്ക് ഒറ്റക്ക് കൊടുക്കാൻ എനിക്ക് ചെറിയൊരു പേടി. ഇജങ്ങനെ ഒറ്റക്ക് കൊണ്ട് കൊടുക്കണ്ട, അത് ഇജിങ്ങോട്ട് കൊടുന്നാളാ. ഞാന് ഓനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു മയത്തിൽ ഞാൻ കൊടുത്തോളാം കേട്ടോ. ഇജങ്ങനെ ഒറ്റക്ക് കൊണ്ട് കൊടുക്കരുത് കേട്ടോ. അല്ല മോനെ, എന്താ ഒച്ചക്ക് ഒരു സൗണ്ടിനൊരു മാറ്റം? ഇന്നലെ അന്തിക്ക് ചോറിനപ്പോളേ കണ്ണന്മാർ അതിന് പൊരിച്ചത്. അപ്പൊ അത് ചങ്കു കുടുങ്ങിക്കണം. അപ്പൊ ഇന്നലെ ഉമ്മ ചോറൂറിലെ തന്നക്കണം. തന്നപ്പോ നീ ഇറങ്ങിക്കണില്ല എനിക്ക് സംശയമുണ്ട്. അതിന് കുഞ്ഞുമാനെ, ഇത് ചോറ്റൂരിൽ നിന്ന മുള്ളു പോവില്ല. അല്ല പുകമ്പായൊക്കെ നിന്നണം. നമുക്ക് അങ്ങാടി പോയി വെക്കാം, അല്ല പുകമ്പായൊക്കെ ഇട്ടു വെക്കാം, ഒരു ചായ കുടിച്ച എന്നാ നടക്കേണ്ട. അയാൾ അന്നാ പറഞ്ഞ പിന്നെ ആ ചെങ്ങായിന് അന്നാ പറഞ്ഞ ആ പൈസ മേടിച്ചു കൊടുക്കാൻ നമുക്ക് മനസ്സിന്നാണ് പോണിന്റെ. ഇങ്ങനെ നമുക്ക് ആളെ പൈസ അയാളെ മേടിച്ചു കൊടുക്കണം. ഇന്നലെ പൈര ചെന്ന് കിടന്നപ്പോൾ ആ ഒരു ചിന്ത അയാളെ മുഖം ഇങ്ങനെ തോന്നി വരും. അത്രയും കൊടുക്കുടുങ്ങിട്ടേ. അതനുസരിച്ച് വർണ്ണമായി തന്നെ ഞാൻ റസിയാനോടും ഇങ്ങനെ പറഞ്ഞു അതിനെപ്പറ്റി. ഇത് വല്ലാത്തൊരു പുറകേടായി പോയി. ആ സർപ്പ് കൊടുക്ക പോയതാണല്ലോ, പങ്ങളെടുത്ത് കൊടുക്കാൻ ബോണം തന്നെ അർജന്റായിട്ടും വിളിച്ചിരുന്നു. മൂപ്പരും മുജീബേ ഇങ്ങോട്ട് വരാറിട്ടുണ്ട്. ആ സത്താറ് ഒന്നിക്കൊണ്ടൊന്ന് അന്വേഷിച്ചോ കണ്ടിട്ടോ. എന്നിട്ട് നമുക്കൊന്നും പോയിക്കാണ്ടേ ഇവിടെ കാര്യം പറഞ്ഞു നോക്കുക. എന്തോ പറയണ്ട അറിയാലോ നമുക്ക്. കുഞ്ഞുമോനെ, നമുക്കൊന്ന് പഴംപൊരി മുണിങ്ങാലും മതി, എന്നാലും എന്റെ മുള്ളൻ പോയിക്കോളും കേട്ടോ. ഒരു ചായയും പഴംപൊരി കുറിച്ച് അവിടെ കയറ്റിയാണ് ബാധ്യത. അപ്പാ പോക്കറുണ്ട് അവിടെ. ഇനിയൊക്കെ എന്റെ കൈവാട്ടോ, വളക്കാൻ പറ്റിയ മറച്ചോണ്ടി കേട്ടോ. അസ്സലാമലൈക്കും. അവിടെ ഉണ്ടായിരുന്നല്ലേ? പിന്നെ എന്തൊക്കെ എന്റെ വർത്താനൊക്കെ? നല്ലതന്നെ മുസാനെ. നമുക്ക് ചായ ഉണ്ടേ, ഒരു 2 ചായ എടുത്തോണ്ടിട്ടോ. ഇതാണ് നമ്മളെ അബ്ദുള്ളാക്കാന്റെ മോനല്ലേ? ഇപ്പം ആണ് അമ്മ അബ്ദുള്ളാക്കാന്റെ നല്ല ചെറുക്കനാട്ടോ. വന്നിട്ട് പിന്നെ പോയിട്ടില്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പോയ ചാച്ചങ്ങനെ വെക്കണേ. ഇല്ല പോക്കരാക്ക, 1500 ആൾക്ക് പരിപാടിക്ക് എത്ര കിലോ ഇറച്ചി വേണ്ടി വരും? അല്ല കല്യാണം ശരിയാക്കണോടാ, ഇറച്ചൊക്കെ ഏൽപ്പിക്കാന്. അതിനോട് കല്യാണം വല്ലതും ശരിയായിക്കണോ മുസാനെ? നോക്കുന്നുണ്ട്. അതല്ല ഇപ്പൊ ഇറച്ചിന്റെ കണക്കൊക്കെ ചോദിക്കണത്. കല്യാണൊക്കെ ശരിയാട്ടടാ. അപ്പൊ നമുക്ക് ഇറച്ചി ലംസേ കൊടുക്കാം. ഇവിടെ ഇരുന്ന് കുടിച്ചടാ. അതെ ഹംസേ, ഓ നിങ്ങൾ വിചാരിച്ച മാതിരിയുള്ള ആളല്ല. നല്ല ചെറുക്കനാ. ഷെയ്ഖിന്റെ പെരിയിലാണ് പണി. ഷെയ്ഖിനാണെങ്കിലോ ഓ അല്ല ഞാൻ ഒരു സംഗതി നടക്കൂല. നല്ല സംഭവമാണ്. എന്നാ പോവല്ലേ ഹംസേ? ചായ പൈസ ചോദിച്ചോക്കാം. അത് നമ്മൾ ചെറുക്ക് കൊടുത്തു പോയല്ലോ.
ഞാൻ കൊടുത്തോ അല്ല മൂസാനെ ആ ചെറുക്കന് ലേസം എന്തേലും കുഴപ്പമുണ്ടോ? ചെറിയൊരു കുഴപ്പമുണ്ട്. പൈസ നല്ലോണം ഉണ്ടേലും കല്യാണ ആളോട് ഇറച്ചൊക്കെ ഏൽപ്പിക്കണം. അതുകൊണ്ട് മോനോ ആണ് സർബത്തിൽ കിട്ടോ, തണുപ്പ് കമ്മിയായിക്കോട്ടോ. ആയിക്കോട്ടെ. പിന്നെ രാജാ അവിടെ പണിക്കോ സ്ഥലം നടക്കണ്ടല്ലോ. പിന്നെ ലീവ് അധികം സമയം കിട്ടല്ലോ കേട്ടോ. എനിക്കിപ്പോ കൊച്ചു കഴിയാതെ വരാൻ കഴിയില്ല കേട്ടോ. ആ 2 കോടി രൂപ വരാറുണ്ട്. അപ്പൊ അത് കെട്ടിയിട്ട് പോകണം. എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. കോഴി വരുന്ന അവിടെ കേട്ടോ. ഹലോ മുങ്ങിയോ? ഒരു രക്ഷയില്ല. കിട്ടാൻ രക്ഷ കിട്ടും എനിക്ക്. എന്ത് എന്താ അതെ എന്ത് അതെ 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 എന്ത് ആചാര എന്താ പറ്റി? ആചാര ദേശം വെള്ളം കുടിച്ചാണ്. ഒന്നുമില്ല. എന്റെ ആചാരപ്പം ഇത് പറ്റി ഒന്നും പറയണ്ട പോലോ. ഇപ്പോ പൈസയാണ് ഗൾഫിൽ നിന്ന് വിളിച്ചതേ. അവിടെ എന്റെ സൂമാകന്റെ പണി നടക്കാണ്. അത് ശരി. അതിന് ഏൽപ്പിച്ച പൈസയും പിന്നെ 2 കോടിയുടെ അയക്കാൻ വാങ്ങിയത് ഒക്കെ പാടെ എന്റെ കാസർഗോഡിന്റെ മോളുണ്ടല്ലോ, ഓരോ ബന്ധുക്കാരനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകുന്നതാണ്. മുഴുവൻ മുക്കിക്കണ്. അവനെ പറ്റി വിവരമില്ലെന്നാ പറയുന്നത്. പൈസ ഇവിടെ എത്തിയില്ലെങ്കിലേ ഞാൻ എന്താ കാറിന്റെ അറിയില്ല. വെള്ളവളൊക്കെ പൈസ കൊടുക്കാണ്ട് ആലോചിച്ച് പൊടുത്തു കിട്ടില്ലടാ. ആചാര ഇതിപ്പോ അതിനെ കുറിച്ചൊന്നും വേദന വേണ്ട, ശരിയായിക്കോളും. നിങ്ങളിപ്പോ തൽക്കാലം പെരേക്ക് പോയിക്കോളൂ കേട്ടോ. ഞാൻ പോരണോ? അതിനെ കൊണ്ടായിക്കോടാ. നമ്മളെ ഭൂമിന്റെ രജിസ്ട്രേഷൻ എടുക്കാറായിക്കണോ? നമ്മളെ 25 ലക്ഷം റുപ്യ പെട്ടെന്ന് ആവശ്യം കേട്ടോ. സ്വീപ്പാക്കരുതിട്ടോ. എടാ റഫീഖെ, അന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ലടാ എന്റെ സൂപ്പർ മാർക്കറ്റിന്റെ പണിയാണ് നടക്കല്ലേ. അതിന് ചെറിയൊരു ടൈറ്റ് ഉണ്ട്. ഇതൊരു കാര്യം ചെയ്യ്, നല്ലൊരാളോട് കൊണ്ടാ കേട്ടോ. എന്നാലും ആ പൈസ എനിക്കാ തിരിച്ചുതരാം. എന്റെ കാര്യം നടക്കും ചെയ്യും. നമ്മളൊരു സുഹൃത്തുണ്ട്, അയാൾ കോളേജ് ലെക്ചറാണ്. ഇപ്പൊ പിരിഞ്ഞിട്ടൊരു മാസമായി. അയാൾ ഇങ്ങനെ ഒരു മാസം മുന്നേ എന്നോട് പറഞ്ഞിരുന്നു എവിടെയും ഇൻവെസ്റ്റ് ചെയ്യാൻ തിരക്കില്ലാത്തടത്തുണ്ടോ, ഒരു 50 ലക്ഷം റുപ്യ ഉണ്ടാവും. ഞാൻ അയാളോട് സംസാരിച്ചു നോക്കട്ടെ, കിട്ടുമല്ലോ എന്നറിയില്ല. ഞാൻ അഥവാ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, എന്റെ പൈസ പെട്ടെന്ന് തരണം. ആയിക്കോട്ടെ റഫീഖെ, അങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. അത് ഇതൊരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത കാര്യമല്ലേ. അത് അങ്ങനെ നീക്കുപോക്കിലൂടെ നടക്കും കേട്ടോ. നോക്ക്. ഹലോ അജയരെ, ഞാൻ നമ്മൾ ഉച്ചയ്ക്ക് വിളിച്ചല്ലേ, അയാളാണ് നമ്മളെ റഫീഖ് പറഞ്ഞ ആളെ. ഞാൻ നിങ്ങളെ ലൊക്കേഷൻ ഇട്ട് തന്ന പ്രകാരം ഞങ്ങൾ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് വീടുണ്ട് മനസ്സിലാവുന്നില്ല. അപ്പോ ഞാൻ ഒരു ഷോപ്പ് വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇറങ്ങിയാൽ കാണുന്നുണ്ടാവും. ഒന്നുതാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഒന്നുകൊണ്ട് പോന്നോളി കേട്ടോ. നിങ്ങളല്ലേ വിളിച്ചിരുന്ന? അതെ, സത്താറാജിയാണ് അല്ലേ. ഞാനിപ്പോ റിട്ടയർ ചെയ്തിട്ട് കുറച്ചായി. എനിക്കൊരു 10-50 ലക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു 40 ലാക്സ് ഞാൻ ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നിപ്പോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 10 ലാക്സേ ഉള്ളൂ. ആ 10 ലാക്സ് എങ്ങനെയാ വെച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് ഒക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പൊ എന്താ നിങ്ങളെ ടേംസ് എന്നൊക്കെ ഉള്ളത് എനിക്ക് അറിയണം. കാരണം എന്താ വെച്ചാൽ അതിന്റെ പിന്നെ എനിക്ക് ലാഭവിഹിതം എത്രയാണ് കിട്ടുക എന്ന് അറിയണം. പിന്നെ എന്താ അതിന് സെക്യൂരിറ്റി വരിക എന്നുള്ളത് അതാണല്ലോ ഇപ്പൊ ആദ്യം വേണ്ട. കുറെ പറ്റിക്കൽ കച്ചവടം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതൊന്നും ഇല്ലാത്ത രീതിയിലാണ് വെച്ചാൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാനും നമ്മൾ തയ്യാറാണ്. നിങ്ങളെ ബിസിനസ് പഠിച്ചാൻ സാധിച്ചിട്ട് നല്ല രീതിയിലാണ് പോട്ടെ, അതാണ് നമ്മളെ ഉദ്ദേശം. പിന്നെ സാറേ, ഞാൻ ഈ പൈസ നിക്ഷേപിക്കുന്നത് എനിക്ക് സൂപ്പർ മാർക്കറ്റിന്റെ പണി നടക്കുന്നുണ്ട് ഗൾഫില്. 5 കോടിയാണ് പ്രൊജക്ടിന്റെ കോസ്റ്റ്. അപ്പോ അതിന്റെ ലാഭമാണ് ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അടുത്ത മാസം ഉണ്ടാവില്ല കേട്ടോ. 1 ലക്ഷത്തിന് 2500 വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാല് ചെക്കും മുദ്രപത്രവും ഒപ്പിട്ട് തരും. അതുപോലെ സാറേ. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒപ്പേ നമുക്കൊരു പ്രോപ്പർട്ടി, നിങ്ങളുടെ ഏതെങ്കിലും വീടോ പറമ്പോ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഞാനവിടെ ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഗൾഫില് സൂപ്പർ മാർക്കറ്റിനുള്ള അതിന്റെ ലാഭമല്ല നിങ്ങൾക്ക് തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഉറപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര കൊടുക്കാറുള്ളൂ.
പിന്നെ ഒക്കെ റഫീഖിനെ അറിയാലോ സാർ. റഫീഖിനെ വെച്ചു, റഫീഖിന്റെ കെയർ ഓഫില് ഒരുപാട് ആളുകൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. റഫീഖിന്റെ കേസ് ഉണ്ട്. ഉച്ചയ്ക്കൊന്ന് റഫീഖ് വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ കാര്യം കൂടി ഒന്ന് ബോധിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ നമുക്ക് അതേമാതിരി ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. എന്നാ ക്യാഷ് ഞാൻ പറഞ്ഞ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ എന്താ എടുക്കാട്ടോ. നിങ്ങൾ പിന്നെ എണ്ണിക്കോളി, ഇതിൽ കുറവൊന്നുമില്ല. പിന്നെ സാറേ, നിങ്ങൾ ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളോടുള്ള താല്പര്യം കൊണ്ടാട്ടോ. നിങ്ങളാളാവുമ്പോ പിന്നെ നമുക്ക് വിശ്വസിക്കാലോ. ആയിക്കോട്ടെ, വല്ല ഉസാറാവട്ടെ കേട്ടോ. പകരാക്ക, ഞാൻ ഇന്നലെ വീട്ടിക്ക് വിളിച്ചിരുന്നു. അപ്പൊ എന്താ വെച്ചാല് കുറച്ച് അർജന്റ് ആയിട്ടുള്ള കുറച്ച് കടങ്ങളുണ്ട് കൊടുത്തു തീർക്കാനും ഇതൊക്കെ ഉള്ളത്. അപ്പൊ എനിക്ക് 10 ലക്ഷം അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അല്ല ചില്ലറ കടങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കൊടുത്തു കിട്ടായിരുന്നു. ഞങ്ങൾ ഹസ്ബൻഡ് അവിടുന്ന് അവിടുന്ന് തന്നെ വന്നില്ലേ, അപ്പൊ തന്നെ ഞാൻ അംശം കൂടി ഇമ്പലത്ത് പോയി സത്താറിന്റെ അടുത്ത് പോയപ്പോൾ സ്ഥലത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇനിയിപ്പോ എന്തായാലും അംശം ഒന്ന് പോയി വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ. എന്നിട്ട് നമുക്കൊന്ന് പോയി വെക്കാൻ എടുത്തിട്ടോ. നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞിക്കാണ്ടേ ഒരു 10 അതുകൊണ്ട് ശരിയാക്കി തരിക. ഇൻഷാല്ലാ നമുക്ക് നോക്കാം. എനിക്ക് വലിയൊരു ഉപകാരമായിക്കാരത്. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരാണ്ടെന്നുള്ളത് ഇപ്പോൾ അവിടുന്ന് പറഞ്ഞല്ലോ, അത് ശരി. പിന്നെ കടന്റെ പേരിൽ നിങ്ങൾക്ക് എത്രമാത്രം ബാധ്യത ഉണ്ടാക്കിക്കുമെന്നുള്ളത് കറക്റ്റ് പറഞ്ഞാൽ നിങ്ങൾ എന്നെങ്കിൽ നമുക്ക് അവിടെ വർത്തമാനം പറയാൻ പറ്റുള്ളൂ അതിനോട്. കടന്റെ മുകളിൽ എന്ന് പറഞ്ഞാല് എനിക്കൊരു ₹100 അടുത്തുണ്ട് പല ഭാഗമായിട്ട്. അതായത് സാധനങ്ങളൊക്കെ ഫുള്ള് മറിച്ച് വിറ്റു. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗഫീലിന്റെയൊക്കെ നല്ലൊരു സംഖ്യ അംശം ഉള്ളതോ. ആ സത്താറാജി അവിടെ പെരയിലുണ്ട്, ആ സെറ്റാത്ത് ഇരിക്കണ്ട്. ഞാനത് കണ്ടിട്ടാണ് പോരെ അവിടെ പറയാൻ വേണ്ടിട്ട്. അത് വരെ എത്തിക്കുന്നു അല്ലേ? വന്ന് പോയി കാണാൻ നമുക്ക്. ഇതൊരു കാര്യം ചെയ്യാം, ഒരു ഓപ്പറേഷൻ വിളിച്ചോ. 3 നാളും കൂടി നിങ്ങൾ പോകില്ലല്ലോ, ഇങ്ങോട്ട് പോയി നോക്കാം. ആയിക്കോട്ടെ. എന്താ പോക്കലുണ്ടായത്? എന്തെല്ലാരും പാണ്ട് വന്നിക്കണ്? എന്താ കാര്യം എന്നോ ഇതെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇയാളെ പറ്റിച്ചിക്കാണ്ട് ഗൾഫിൽ നിന്ന് ചാടിയല്ലേ. ആ അസപ്പ് വന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ അറിയേണ്ടത്. ഇജ്ജ് ഇനി അംശനെയും കൂടി ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുത്തില്ലേ? എനിക്കറിയില്ലേ അക്കം പാത്രമില്ലാത്ത കാര്യത്തിൽ ഞങ്ങൾ എവിടെ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? കൊല്ലാരെ പോക്കരെ ഇപ്പം പറഞ്ഞു കേട്ടപ്പോ ഇത്രയും വർത്താനോട് പറഞ്ഞ് എനിക്കെന്നെ ചെറുപ്പം പോലെ അറിയണല്ലോ പോക്കരെ. എനിക്ക് ഏതാ അസറുപ്പിന്റെ കാര്യമാണ്? പാമ്പാടി അസറുപ്പിന്റെ കാര്യം ചേർന്ന്. പാമ്പാടി അസറുപ്പന്നെ ഒരാൾ വിളിച്ചു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്താ മനസ്സിലാക്കിയിട്ടുണ്ട്? ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയില്ലാന്നോ? ഇജ്ജ് എന്റെ കൂടായിപ്പോന്നേ ഇങ്ങോട്ട് എടുക്കണ്ട കേട്ടോ. ഇജ്ജ് അയാളെ പൈസ കൊടുത്താൽ ചേർത്താതെ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ആചാര്യ എന്നുള്ള സ്നേഹം ബഹുമാനൊക്കെ ഞങ്ങളോട് ഒഴിവാക്കും. ആ പൈസ മര്യാദക്കൊന്ന് കൊടുത്തോണ്ടോ. ദിവസം 5-6 കോട്ടാൻ അർത്ഥം തള്ളിയിരുന്ന ആൾക്കാരെ ഞങ്ങള് തോര കണ്ട അർത്ഥം വരുന്ന ആൾക്കാരെ പൈസ എന്തായാലും ഞങ്ങൾ ഇന്നോട് പോവില്ല കേട്ടോ. ഇപ്പൊ അങ്ങനെയാടാ, ഇത് പറ്റിപ്പോയതാ. കുറച്ച് ദിവസം കൊണ്ടുവന്ന് കായ് കൊടുത്തോളാം കേട്ടോ. എനിക്ക് ഇനി കുറച്ച് സമയോ ഇത് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ കത്തി ഞാൻ ഊരിയിട്ടുള്ളത് അനക്കും വേണ്ടിയിട്ടാ. ഇനി എന്റെ നേർക്കും വേണമെങ്കിൽ ഞാൻ അത് ഊരും. ഇത് ആ 10 ലക്ഷം റുപ്യ ഞാൻ എടുത്ത് കൊടുത്തപ്പോ വേറെ വർത്താനം വേണ്ട വിടുന്നുണ്ടാവുക. ഇനി എത്തി ചേച്ചിയല്ലേ പോക്കരഞ്ച് ആ 10 ലക്ഷം എപ്പാട് തരാം. പോക്കരെ ഈ 10 ലക്ഷം പൊട്ടി ബാക്കിക്ക് ലേശ സാവകാശം കൊണ്ടടാ. ഇനി എത്ര ഞങ്ങൾക്ക് തരാനുള്ളത്? ആ കണക്കൊന്നും കൊടുത്താണ്. പകരാക്ക, എന്റെ അടുത്തുനിന്ന് മകളെ കല്യാണമാണ് അവർക്ക് 10 ലക്ഷം ആദ്യം വാങ്ങിച്ചു. ആ 10 ലക്ഷമാണ് ഇപ്പൊ തന്നത്. എനിക്ക് കടന്റെ മുകളില് ₹1,00,00,000 ബാധ്യത ആക്കിയിരിക്കുന്നു സത്താറ്. ഈ 6 മാസം കൊണ്ട് ഞാൻ അവിടെ ഏൽപ്പിച്ച് വന്നിരുന്നു. കടക്കാർക്കും പിന്നെ പണിക്കാരെ കൂലി, പിന്നെ അതേ വണ്ടിക്കാരത്, ഗഫീലിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ എല്ലാം കൂടി ₹1,00,00,000 അടുത്ത്. എനിക്കിനിപ്പോ ഒരു കാര്യം ചെയ്യും, ഒരു 60 ലക്ഷം പൈസ എനിക്ക് തന്നാൽ ബാക്കി ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തോളാം. പോക്കരെ ഓൻ പറഞ്ഞ ആരൊക്കെ ശരിയാ. ഒരു 90 ലക്ഷം ഏകദേശം കൊടുക്കാനുണ്ടാവും. ഞാൻ 60 ലക്ഷം ഉണ്ടല്ലോ, ഒരു 6 മാസം സമയം വാങ്ങിക്കൊണ്ടു ഞാൻ കൊടുത്തോളൂ. അൻഫി 6 മാസം ഒന്നും സമയം തരില്ല, ഒരാഴ്ച മാക്സിമം എനിക്ക് സമയം തരും. അതിനിടയ്ക്ക് ഇയാളെ പൈസ കൊണ്ട് കൊടുക്കണം കേട്ടോ. ഈ വേറെ വർത്താനം ഇങ്ങോട്ട് പറയാൻ നിൽക്കാൻ വാംസൻ
ഞങ്ങൾ എത്തും ചെച്ചേട്ടോ.